സന്തോഷത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു സിനിമ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. മുമ്പൊക്കെ ഞാനൊക്കെ സിനിമയിൽ വന്ന കാലത്ത് 40 വർഷം മുമ്പുള്ള കാര്യമാണ്. ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകൾ വളരെ കുറവാണ്. അത് അന്ന് തിയേറ്ററുകൾ ഒരുപാടുണ്ട്. ഒരു സിനിമ വലിയ ഹിറ്റാവുന്നത് പറയുന്നതും അതിൻ്റെ 100-ാം ദിവസം ആഘോഷിക്കുന്നതൊക്കെ അതൊരു ചടങ്ങുകളായിട്ട് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതല്ല. ഒരു സിനിമ വിജയിച്ചാൽ തന്നെ, അത് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചാൽ തന്നെ, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വന്നിട്ട് ആ സിനിമയെ ഡിഗ്രേഡ് ചെയ്യുക, സിനിമ കൊള്ളില്ല എന്ന് പറയുക, ആ സിനിമ കാണരുതെന്ന് പറയുക, ഇതൊന്നും മുമ്പുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു സിനിമ വിജയിച്ചാൽ പോലും, ജനങ്ങൾ ആ സിനിമ ഇഷ്ടപ്പെട്ടാൽ പോലും ഒരുപാട് പേര് അതിനെ, ആ സിനിമയെ പരാജയപ്പെടുത്താൻ, അതല്ലെങ്കിൽ ആ സിനിമ ഒരു പരാജയമായിരുന്നു, അതിൻ്റെ തിയേറ്റർ കളക്ഷൻ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയെ മോശമാക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത പ്രേക്ഷകരോട് ഈ അവസരത്തിൽ ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. ഈ സിനിമയെ മോശം പറയുന്ന റിവ്യൂവേഴ്സിന് വരെ ചീത്ത പറയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് പേര് സിനിമ മോശമാണെന്ന് പറഞ്ഞു, മറ്റുള്ളവർ അതിനെതിരെ വ്ലോഗ് ചെയ്തിട്ടൊക്കെ ആ സിനിമ നല്ലതാണെന്നും ആ സിനിമയെ കുറ്റം പറയുന്ന ആളുകളെ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരു സ്വീകരണം ഈ സിനിമയ്ക്കുണ്ടായത്. ഈ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ, ഇതിപ്പോൾ ഈ ഒരു വിജയം, ഞാൻ ഇതിനു മുമ്പും അഭിനയിച്ച ഒരുപാട് സിനിമകൾ വൻ വിജയങ്ങളായി തീർന്നിട്ടുണ്ട്. അത് ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെയല്ല, ഈ സിനിമ കൊണ്ട് സിനിമാ ജീവിതം തുടങ്ങിയ കുറേ കലാകാരന്മാർ ഈ സിനിമയിലുണ്ട്. ആദ്യമായി സിനിമ സംവിധാനം ചെയ്ത, ആദ്യമായി സിനിമയിൽ നായികയായിട്ട് അഭിനയിച്ച ആളുകൾ, അവരൊക്കെ അവരുടെ ഒരു ജീവിതം, സിനിമാ ജീവിതം ഇതിൽ ആരംഭിക്കുകയാണ്. അവരുടെ സാക്ഷാത്കരിക്കപ്പെട്ടതിൻ്റെ സന്തോഷം അപ്പം ഞാനൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ 10 മടങ്ങാണ് അവർ ഈ സിനിമയുടെ വിജയം, അതിൽ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ സിനിമ. അവർക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ സിനിമാ പ്രവർത്തകർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയുടെ ചെറിയൊരു വിഷമം എനിക്ക് പറയാനുള്ളത്, ഈ സിനിമയിൽ ഞാനും ദിലീപും കൂടെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരുപാട് തമാശ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച തമാശ രംഗങ്ങൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അത് സിനിമയുടെ ലെങ്ത് കൂടിയപ്പോൾ കുറഞ്ഞു പോയതിൽ അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഇനി അടുത്ത സിനിമയിൽ കൊണ്ടുവരാം. ഇനിയിപ്പോൾ അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പൊട്ടിച്ചിരിച്ച് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല നല്ല സന്ദർഭങ്ങൾ പലതും സിനിമയുടെ ലെങ്ത് കൂടിപ്പോയതിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയൊരു വിഷമമായിട്ട് നിൽക്കുന്നത്. എങ്കിലും കുഴപ്പമില്ല, അത് വേറെ സിനിമയിൽ അത്തരം തമാശ രംഗങ്ങൾ ഇനിയും കൊണ്ടുവരാം. ഈ സിനിമ വിജയമാക്കി തീർത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ഹൃദയം